നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഇടയിലേക്ക് വളരെ അൺഫോർച്ചുനേറ്റായിട്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് ആരൊക്കെയോ കൂടി ഒരു ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുള്ള ഒരു കുറിപ്പ് ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ കംപ്ലീറ്റ് ശോഭ കെടുത്തിക്കൊണ്ടും ആ ഒരു ഫംഗ്ഷനെ കംപ്ലീറ്റ് നെഗറ്റീവ് വൈബിലേക്ക് തള്ളിവിട്ട് ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ള ഒരു സംഭവത്തിന് ഇന്ന് ഒരു അവസാനം വന്നു എന്നാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇന്ന് പുതുതായിട്ട് കുറച്ച് ചർച്ചകൾ ഇതിനെക്കുറിച്ച് തുടങ്ങാൻ പോകുന്നു. ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇതെവിടെ അവർ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് അങ്ങോട്ട് സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. രണ്ട് വിഭാഗത്തിൻ്റെയും റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഫൈസൽ AK മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈസൽ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ക്ഷമാപണം ന്യായീകരണം എല്ലാം വന്നു. ന്യായീകരണമല്ല, ക്ഷമാപണം വന്നിട്ടുണ്ട്. ആദില നൂറയുടെ ഭാഗത്തുനിന്നും ഏകദേശം 34 മിനിറ്റ് മുന്നേ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അവരുടെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും വിഷയങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ അഭിപ്രായം കാണാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം. ഒരാളുടെ ഹൗസ് വാമിങ് അയാൾക്ക് എന്ത് രീതിയിൽ നടത്തണം, ആരൊക്കെ ക്ഷണിക്കണം, അല്ലെങ്കിൽ ഏൽപ്പിച്ച ആൾക്കാർക്ക് ആരൊക്കെ ക്ഷണിക്കണം, ആ ക്ഷണിക്കുന്നതിൻ്റെ ആ ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ക്ഷണിക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്തും ആവാം, ബിസിനസ്സോ റിലേഷൻഷിപ്പ് വോട്ടെവർ, അത് അവരുടെ സ്വകാര്യ ഇഷ്ടമാണ്, അവരുടെ സ്വന്തം ഇഷ്ടം തന്നെയാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അവർക്ക് അതിലെന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല, താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക. പക്ഷെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ വന്നുപോയി വളരെ സന്തോഷമായിട്ട് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ വീടാണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് മുന്നിൽ അത്രയധികം വിഷമിതരായി മാനം കെട്ടിരിക്കുന്ന രണ്ട് മനുഷ്യജന്മങ്ങൾ, ആ ഒരു കൺസിഡറേഷനിലാണ് ഞാൻ ആദിലേനും നൂറിനും കണ്ടിട്ടുള്ളത്. അവരുടെ കാര്യങ്ങളോടൊക്കെ എതിർപ്പുണ്ടായിരിക്കാം, എല്ലാവർക്കും ഉണ്ടായിരിക്കാം, ഇറ്റ്സ് ഓൾ ഫൈൻ. പക്ഷേ ഒരു കാര്യം മാത്രം, വിളിച്ചു വരുത്തിയിട്ട് അതിന് ശേഷം ഒരു വിവാദം ഉണ്ടാക്കുക, അവരെ അപമാനിക്കുന്നതിന് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫൈസൽ AK മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലൂടെ പുള്ളിയുടെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞത് വേറെ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു, വേറെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഈ പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഒപ്പിച്ചു വെച്ച പരിപാടിക്ക് പുള്ളിക്കയുടെ പേരും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു വീടിൻ്റെ എല്ലാം കൂടി വെച്ചിട്ടുള്ള ആ ഒരു ശോഭയാണ് അവിടെ മങ്ങിപ്പോയത്. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെൻറ്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. നമ്മൾ ഇങ്ങോട്ട് വിളിച്ച കോളല്ല, നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. അവരെ ബുള്ളി ചെയ്യുന്നതും അവരെ മാനം കെടുത്തുന്നതും ശരിയല്ല. ഇത് നമ്മൾ അങ്ങോട്ട് പറയുന്നു. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിൻ്റെയും ബഹുമാനം ഏതൊരു മത പരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല. അത് പ്രതീക്ഷിച്ചതിലും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെൻറ്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇവരുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വളരെ മോശമായിട്ട് പ്രതികരിച്ചത് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള അനിൽ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ പുള്ളിയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ആ വേറൊരു വിഭാഗം ഏറ്റെടുത്തിട്ടുള്ളത്. അത് വളരെ വളരെ മോശമായിട്ട് വളരെ വൾഗർ ടോക്സോടുകൂടി ഒരു കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടും പല ആൾക്കാരും ഇതിനൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരും കൂടെ ഉള്ളൊരു സമൂഹമാണ്. അവരും അവരെ വഴിക്ക് അങ്ങനെ പോട്ടെ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും അവസാനിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു.
അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. അവർക്ക് ലഭിക്കുമായിരുന്നല്ലോ അനാവശ്യമായിട്ടുള്ള പരിപാടികൾ. ബിഗ് ബോസ് എന്നൊക്കെ അവർ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കണ്ടവർക്ക് അറിയാം അവർ രണ്ടുപേരും എന്താണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലസ്റ്റിലപ്പുറം അല്ലെങ്കിൽ ഒരു കാമം സെക്സിലപ്പുറം ഒരു ലൈഫ് അവർക്ക് ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഈ പല ആൾക്കാരുടെ ആ ഒരു മിസ്കൺസെപ്ഷൻ പോലെ ഇങ്ങനെ അതായത് ഈ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെക്സ് മാത്രമാണ്, അതിന് വേറൊരു ഭാഷയാണ് ഒരു അമ്മ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു അമ്മ ഉപയോഗിച്ച ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ പറയാൻ വയ്യത്. അപ്പോൾ അതിലപ്പുറമാണ് അവരുടെ ലൈഫ് എന്നുള്ളത് ബിഗ് ബോസിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിഗ് ബോസ് കണ്ടവർക്കറിയാം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ ആദിലേനോടും നൂറേനോടും ഇപ്പോൾ ഇതിലൊരു ക്ഷമാപണം നടത്തിയിട്ടില്ല എന്നാണല്ലോ എനിക്ക് തോന്നുന്നു. നടത്തിയോ? ഭഗവാൻ എനിക്ക് വായിച്ചു കൊടുത്ത തെറ്റിയാണോ? അവർ സമാധാനത്തോട് ജീവിക്കട്ടെ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലാതെ ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളി ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അതായത് അവർ വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്നു എന്നുള്ള രീതിയിലാണ് അവർ ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയ. വിളിക്കാതെ പോയി എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, അതായത് റസ്മിൻ ഭായിയെ പോലുള്ള ആൾക്കാർ വന്ന് പറയേണ്ട സിറ്റുവേഷനിലേക്ക് എത്തി. അതായത് ഇല്ല, ഞങ്ങളെ വിളിച്ചിട്ടല്ല, അവർ വിളിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്, അവർ വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്നതല്ല എന്ന് പറയുന്ന അവരുടെ ആ ഒരു സത്യം പറഞ്ഞാൽ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ, ഇത്രയും ഹെൽപ്ലെസ് ആയി പോയിട്ടുള്ള രണ്ട് വ്യക്തികളായി മാറി അവിടെ. കാരണം വെച്ചാൽ വിളിക്കാത്ത കല്യാണത്തിന് വിളിക്കാത്ത പരിപാടിക്ക് പോകുന്ന വ്യക്തികളല്ല അവർ എന്നുള്ളത് മറ്റുള്ളവർ ആവർത്തിച്ച് പറയുക, അത് ഏറ്റു പറയേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇതുണ്ടായി. അതിൽ വിമർശിക്കാൻ വ്യക്തിപരമായ ക്ഷമ നിലപാട് വളരെ വ്യക്തമാണ്. എനിക്കറിയില്ല കേട്ടോ, അത് ഞാൻ വായിച്ചെടുത്ത് തെറ്റിയോ മിസ്സായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അവർ സമാധാനത്തോടുകൂടി ജീവിക്കണം, അവർ സൈബർ ബുള്ളി ചെയ്യരുത് എന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇനി പുള്ളി പേഴ്സണലി അവരെ വിളിച്ച് സോറി പറഞ്ഞോ പരിപാടിയോ കാര്യങ്ങളോ അറിയില്ല. എന്തായാലും ഇതിലൊരു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അതായത് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാതെ പുള്ളി ഒരു ക്ഷമാപണം നടത്തിയിട്ടില്ല, പുള്ളി അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കുറിപ്പ് ഇറക്കി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിപ്പോൾ ഞാൻ ഈ വായിച്ചോടത്ത് എവിടെയെങ്കിലും വരികൾക്കിടയിലൂടെ അതുണ്ടായോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് സംബന്ധിച്ച് ആദില നൂറ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ്, ഞാൻ വായിക്കാം. വി വർ ഇൻവൈറ്റഡ് ടു ഫൈസൽ മലബാർസ് ഹൗസ് വാമിംഗ് ആൻഡ് വി അറ്റൻഡഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് ഗുഡ് വിൽ, നോട്ട് ആസ് ഇൻഫ്ലുവൻസേഴ്സ്, നോട്ട് ഫോർ പേയ്മെൻറ്റ്, നോട്ട് ഫോർ പബ്ലിസിറ്റി. ഞങ്ങളെ ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ്ങിന് വിളിച്ചിരുന്നു. റെസ്പെക്ട് ആൻഡ് ഗുഡ് വില്ലോടുകൂടി ഞങ്ങൾ ചെന്ന് അവരുടെ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടല്ല, പേയ്മെൻറ്റും കിട്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്കും വേണ്ടിയല്ല. വി വെൻ ബിക്കോസ് an invitation was personally extended to both of us and we believe it came from a place of kindness. പേഴ്സണലി അവർക്ക് രണ്ടുപേർക്കും ഇൻവിറ്റേഷൻ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പോയതിൽ. പിന്നെ വളരെ നന്മയുള്ള ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടുകൂടിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. At the event we were welcomed warmly, our names were called out, photos were taken and we were treated with genuine hospitality. ആ സമയത്ത് ഞങ്ങൾ വെൽക്കമായിട്ട് വാംലി നമ്മൾ നല്ലൊരു സ്വീകരണം കിട്ടി, പേര് വിളിച്ചു, ഫോട്ടോ എടുത്തു, ജെനുവിൻ ഹോസ്പിറ്റാലിറ്റിയോട് കൂടി ഞങ്ങളെ സ്വീകരിച്ചിരുന്നു. There was never any indication that our presence was an issue or that we were unwanted. അതായത് ഒരിക്കൽ പോലും അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ പ്രസൻസ് അവിടെ ഒരു അൺവാണ്ടഡ് ആണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ബട്ട് ദ നെക്സ്റ്റ് ഡേ സീയിങ് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈയിങ് ദാറ്റ് ഇൻവൈറ്റിംഗ് 2 ഗേൾസ് ഇൻവെർട്ടഡിൽ was a mistake and that accepting us sends us a wrong message to society was deeply disappointing. നെക്സ്റ്റ് ഡേ വന്നിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 2 പെൺകുട്ടികൾ എന്നുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റ് റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. വി വോണ്ട് ടു മേക്ക് വൺ തിങ് വെരി ക്ലിയർ. വി ഡിഡ് നോട്ട് ഫോഴ്സ് അവർ സെൽവ്സ് ഇൻ ടു എനി വൺസ് ഹോം. ഞങ്ങൾ ഒരാളും മനഃപൂർവ്വം ഞങ്ങൾ ഇടിച്ചു കയറി ചെന്നിട്ടില്ല. വി ഡിഡ് നോട്ട് അറ്റൻഡ് ഇൻവൈറ്റ് ചെയ്യാതെ ഞങ്ങൾ പോയിട്ടില്ല. വി ഡിഡ് നോട്ട് ഡിസ്റെസ്പെക്ട് എനി സ്പേസ് ഓർ എനി പേഴ്സൺ
ആരും ഡിസ്റെസ്പെക്റ്റോ ഒന്നും ചെയ്തിട്ടില്ല, സ്പേസിനെയോ സ്ഥലത്തെയോ വ്യക്തികളെയോ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല. വി സിംപ്ലി ഷോഡ് അപ്പ് ആസ് ഹൂ വി ആർ, ഞങ്ങൾ ആരാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കയറി ചെന്നിട്ടുള്ളത്. ടു ഹ്യൂമൻ ബീയിങ്സ് ലിവിങ് ആർ ട്രൂത്ത് വിത്ത് ഡിഗ്നിറ്റി, 2 മനുഷ്യജന്മങ്ങൾ ഞങ്ങളുടെ സത്യങ്ങളെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിച്ച് കാണിക്കുന്ന 2 മനുഷ്യജന്മങ്ങളായിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ടുള്ളത്. ഇഫ് ആർ എക്സിസ്റ്റൻസ് ചാലഞ്ചസ് ഔട്ട്ഡേറ്റഡ് ഐഡിയാസ് ദെൻ ലെറ്റ് ഇറ്റ്, ഞങ്ങളുടെ നിലനിൽപ്പ് പഴയ കാലത്തുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പിന്നെ എന്താ പറയുക ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന പഴയ കാലത്തെ ഐഡിയാസിനെ ചാലഞ്ച് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇഫ് ആ പ്രസൻസ് മേക്ക് സം വൺ അൺകംഫർട്ടബിൾ ദാറ്റ് ഈസ് ദെയർ റിഫ്ലക്ഷൻ നോട്ട് ആർസ്, ആരെങ്കിലും ഞങ്ങളുടെ പ്രസൻസ് എക്സിസ്റ്റൻസ് ഞങ്ങളിങ്ങനെ നിലനിൽപ്പ് ആർക്കെങ്കിലും അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലമാണ്, അവരുടെ റിഫ്ലക്ഷനാണ്, ഞങ്ങളുടെ അല്ല. ലവ് ഇസ് നോട്ട് എ മോറൽ ക്രൈം, ലിവിങ് ഓണസ്റ്റ്ലി ഇസ് നോട്ട് എ സോഷ്യൽ ത്രെറ്റ്, ആൻഡ് നോ അപ്പോളജി ഈസ് നീഡഡ് ഫോർ ബീയിങ് ഹൂ വി ആർ. ഞങ്ങൾ ആരാണ് എന്നതിന് ഞങ്ങൾക്കൊരു ഒരു അപ്പോളജി, ക്ഷമ ആവശ്യമില്ല. സത്യസന്ധമായി ജീവിക്കുന്നത് ഒരു സോഷ്യൽ ത്രെറ്റ് അല്ല. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ക്രൈം അല്ല. ടു എവ്രി വൺ ഹൂ സ്റ്റുഡ് വിത്ത് us, showed us love and raised their voice within things were unfair, thank you from the bottom of our hearts. Your support gave us strength and your kindness reached us louder than any hate. അത് നന്ദി പറയാണ് എല്ലാവർക്കും കേട്ടോ. ദി ഒറിജിനൽ റൈറ്റപ്പ്, ഫസ്റ്റ് വന്നിട്ടുള്ള റൈറ്റപ്പ് ദാറ്റ് ഹേർട്സ് വാസ് ടേക്കൺ ഡൗൺ, ആദ്യത്തത് ഡിലീറ്റ് ചെയ്തിരുന്നു. ആൻഡ് എ ന്യൂ മെസ്സേജ് വാസ് പോസ്റ്റഡ്, പിന്നീട് ഒരു പുതിയ മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്ദിയും ക്ഷമയെന്നല്ല കേട്ടോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി അപ്രീഷിയേറ്റ് ദി കറക്ഷൻ ആൻഡ് വി ഹോപ്പ് ഇറ്റ് റിമൈൻഡ്സ് എവ്രി വൺ ഓഫ് എ സിമ്പിൾ ട്രൂത്ത്, അത് എല്ലാവർക്കും ഒരു സിമ്പിളായിട്ടുള്ള സത്യം. സീ പീപ്പിൾ ആസ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരായിട്ട് കാണുക, വ്യക്തികളെ മനുഷ്യരായിട്ട് കാണുക. നോട്ട് ത്രൂ ദി ലെൻസ് ഓഫ് കാസ്റ്റ്, അതായത് കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ ഐഡൻറ്റിറ്റി എന്നീ ലെൻസുകളിലൂടെ കാണാതിരിക്കുക. ഹ്യൂമാനിറ്റി ആൻഡ് റെസ്പെക്ട് ഷുഡ് ഓൾവേസ് കം ഫസ്റ്റ്. ഹ്യൂമാനിറ്റി, മനുഷ്യത്വവും ബഹുമാനവുമാണ് ആദ്യം വരേണ്ടത്. വിൽ കണ്ടിന്യൂ ടു ലിവ് വിത്ത് ലവ്, പ്രൈഡ് ആൻഡ് ഓണസ്റ്റ്. ഞങ്ങൾ ഇതേപോലെ തന്നെ ലവ്, പ്രൈഡ് ആൻഡ് ഓണസ്റ്റി വെച്ച് ജീവിക്കും. ആൻഡ് ഹോപ്പ് ദി വേൾഡ് കണ്ടിന്യൂസ് ടു ചൂസ് കൈൻഡ്നെസ് ഓവർ ഡിസ്ക്രിമിനേഷൻ, അതായത് നന്മ, കൈൻഡ്നെസ്, ഡിസ്ക്രിമിനേഷൻ ഈ പറഞ്ഞിട്ടുള്ള ഇവർക്ക് നേരിട്ടിട്ടുള്ള അതിന് മുകളിൽ കൈൻഡ്നെസ് വെച്ചിട്ട് വേൾഡ്, ലോകം മുന്നോട്ട് പോവും എന്നുള്ള ഒരു പോസ്റ്റാണ് അവരിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണിതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഞാൻ വീണ്ടും വായിച്ചു നോക്കണോ, വേണ്ടി വരില്ല അല്ലേ? എനിക്ക് തോന്നുന്നില്ല, എന്തൊക്കെ ബ്ലെയിമൊക്കെ പുള്ളി പുറത്തേക്ക് ഇട്ട പോലെയാണ്. കോടതിയും ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായും ബഹുമാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എഴുതിയിട്ടുള്ള. ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ളതുണ്ട്. ഹരാസ് ചെയ്യുന്നത് ശരിയല്ല. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും അടിസ്ഥാന മനുഷ്യ നന്മയാണ് എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലുണ്ടായ തെറ്റിദ്ധാരണകളും വിവാദം എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല. ചില ഹസ്ബൻഡ് ഉയർന്നു അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പൂർണ്ണമായി ബഹുമാനിക്കുന്നത്. അനാവശ്യ ക്യാമ്പയിൻ ഹൃദയപൂർവ്വം അവർ സമാധാനം ആരും കണ്ടോ. ഇതിൽ നന്ദി ഇല്ല, ക്ഷമാപണം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടം, എങ്ങനെ എഴുതണം എന്നുള്ളത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടിയൊക്കെ കഴിവുള്ള ആൾക്കാരെ വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാമായിരുന്നു. വേറെയുള്ള രീതിയിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഹാൻഡിൽ ചെയ്യാൻ ഒന്നും കൂടി പ്രാപ്തിയുള്ള ആൾക്കാർ ഈ ഒരു ലെവലിലൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് കൊളാക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത് വളരെ വൃത്തിക്ക് അത് കൊണ്ടുപോകുമായിരുന്നു. എന്തായാലും ഇതാണ് ഇതിനൊരു അവസാനം അവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയാവും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന. കാരണം ഇനീഷ്യലി വീഡിയോ ചെയ്തവരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഇപ്പോഴും ഉണ്ട് കളത്തിൽ. ഇനി ബാക്കി അവർ പറയട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.